പ്രാവർത്തികമാക്കുകയാണ് മലപ്പുറം വാളക്കുളം AHM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. കനിവ എന്ന പേരിൽ സാന്ത്വന പരിചരണ വിഭാഗം, മൊട്ടക്കുന്നായിരുന്ന സ്കൂൾ പരിസരത്തെ പച്ച പുതപ്പിച്ച ഹരിതസേന, 120 കുട്ടികളുടെ ട്രാഫിക് ക്ലബ് ഗതാഗത നിയന്ത്രണത്തിൽ മാതൃകയായി, ഊർജ്ജ സംരക്ഷണത്തിൽ മികവ് തെളിയിച്ചു. സാന്ത്വനം പരിപാടിയെക്കുറിച്ചാണ് മലപ്പുറം ജില്ലയിലെ ഇന്നിപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പ് പുറമെ അവിടെ വേറെ ഗ്രൂപ്പുകളുണ്ടോ? സാന്ത്വനം ഗ്രൂപ്പുകൾ വേറെ ഉള്ളതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങള് പ്രവർത്തിക്കുന്നത് തെന്നല PHCയുടെ പ്രവർത്തകരുടെ കൂടെയാണ്. PHC ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര വീടുകൾ ഇപ്പൊ ദത്തെടുത്തിട്ടുണ്ട്? ഒരു ദിവസം 10ഓളം വീടുകളിൽ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. മൊത്തം എത്ര വീടുണ്ട് നിങ്ങളുടെ? മൊത്തം ഒരാഴ്ചകളിൽ 10 വീടുകൾ, അങ്ങനെയാണ്. ഏകദേശം 40ഓളം വീടുകളുണ്ട് തെന്നല പഞ്ചായത്തിൽ. 40ഓളം വീടുകളിൽ പോകുന്നു. ഒരേ കുട്ടികളാണോ പോണേ? അല്ല, ആദ്യമൊക്കെ ഞങ്ങൾ 4 പേരൊക്കെ പോയിരുന്നു. പിന്നെ വാഹനത്തിന്റെ അസൗകര്യം മൂലം ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ച 2 കുട്ടികൾ വീതമാണ് പോകുന്നത്. അവരെ PHCകൾക്ക് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. അധ്യാപകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെ ഇങ്ങനെ അന്യ വീടുകളിൽ ഇങ്ങനെയൊക്കെ സ്നേഹപ്രവർത്തനങ്ങൾക്ക് അയക്കാൻ ഇപ്പോഴും തടസ്സമുണ്ടോ, അതോ പരിസ്ഥിതി മാറിയിട്ടുണ്ടോ? വലിയൊരു മാറ്റം അവിടെ മനസ്ഥിതി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. റോഡ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞല്ലേ, അതിൽ 5 പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ, അതുപോലെ മഫ്ത ധരിച്ച പെൺകുട്ടികളാണ് സ്റ്റോപ്പ് ബോർഡുമായി എല്ലാ ദിവസവും വൈകുന്നേരം റോഡ് നിയന്ത്രിക്കുന്നത്. വല്ലാതെ മാറ്റം അവിടെ നമ്മൾ കരുതുന്ന പോലെയല്ല. ആ ജനങ്ങൾക്ക് പലപ്പോഴും വെളിച്ചം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടായത്. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞ് ജനങ്ങളോട് പറയേണ്ട താമസം മിക്കവാറും ഒരൊറ്റ ദിവസം കൊണ്ട് 20,000 രൂപയൊക്കെ പലതിനും ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് കുട്ടികൾ മത്സരിച്ച്, അതായത് ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സിന്റെ ഒരു ക്ലാസ് നടത്തി പഴയ ബില്ലുകൾ ശേഖരിച്ചിട്ട് പഴയ ബില്ല് കണ്ടിട്ട് അതിനുശേഷം ബോധവൽക്കരണത്തിന് ശേഷം അവരെ ഇലക്ട്രിസിറ്റി ബില്ല് വെച്ച് അതിന് സമ്മാനമൊക്കെ ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സ് ചെയ്തു. ഇപ്പോൾ രക്ഷകർത്താക്കൾ വന്ന് പറഞ്ഞ് HMനോട് പറഞ്ഞാണ് കുട്ടികൾ ഇപ്പോൾ ലൈറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് ഒരു വലിയ മാറ്റം. അതുപോലെ സീബ്ര ലൈൻ തേഞ്ഞിരിക്കുന്നു. പണ്ട് സീബ്ര ലൈൻ എന്താണ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ അതൊരു സമൂഹത്തിൽ വലിയ മാറ്റമാണ്. കോഴിക്കോട് ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലുള്ള നൊച്ചാട ഹയർ സെക്കൻഡറി സ്കൂളിനാണ് നല്ല പാഠത്തിനുള്ള ജില്ലാതല പുരസ്കാരം. ഇനി നന്മയുടെ കോഴിക്കോടൻ പാഠങ്ങൾ അറിയാം. അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തി 23 വീടുകളിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കി. സ്കൂളിലെ ആരോഗ്യ ക്ലിനിക് വഴി ചികിത്സ. 3 ജോഡി ഇരട്ട സഹോദരിമാർക്ക് വീടുണ്ടാക്കി നൽകി. ഭക്ഷ്യദിനത്തിൽ 3000 പേജുള്ള പുസ്തകം തയ്യാറാക്കി. ഇനി ചെയ്യാൻ പ്ലാൻ ഇടുന്നവല്ലോ ഉണ്ടോ? ഞങ്ങൾ യോഗ ക്ലാസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാരാ നിയന്ത്രണം? ഞങ്ങളുടെ ടീച്ചേഴ്സ് നിർദ്ദേശിക്കുന്ന ആളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഹെൽത്ത് ക്ലിനിക്ക് അതിനുവേണ്ടി പ്രത്യേക മുറി സ്കൂളിൽ നീക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെയാണ് ബെഡൊക്കെ ഉള്ളത്. 5 ബെഡുണ്ട്. 5 ബെഡ്. ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ട്. ഡോക്ടർ എല്ലാ ദിവസവും വരുമോ? ഞായറാഴ്ച എല്ലാ ദിവസവും? നേഴ്സ് സ്കൂളിൽ തന്നെയുണ്ട്. സ്കൂളിൽ തന്നെ. ചികിത്സ വേണ്ടുന്ന കുട്ടികളെ പ്രത്യേകം നിർണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ IDS ഓഫ് റൂമിലെ ടീച്ചറായ ഷിൽജ ടീച്ചർ ഇവരെന്നും ദിവസേന കാണുകയും അവരുമായി പരിഭവങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഏതായാലും ഞാൻ എന്റെ പഞ്ചായത്തിൽ നിന്ന് കുറച്ചു നേരം വിടുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായും 23 കുട്ടികളുടെ വീടുകൾ വൈദ്യുതീകരിച്ചു എന്ന് പറഞ്ഞു. എല്ലാം ലോവർ ക്ലാസ് ലോവർ ഇൻകം ഗ്രൂപ്പുകാരാണ് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളുടെ ഈ ഇലക്ട്രിക് ബില്ലുകൾ സ്കൂൾ തന്നെയാണോ ചെയ്യുന്നത്? ആദ്യം CD അടിക്കാനുള്ള പൈസ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീരെ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി സ്കൂളിൽ തന്നെ നന്മപ്പെട്ടിന്ന് സ്വരൂപിച്ച പണം അവർക്ക് നൽകി. ദിവസവും ഇപ്പൊ ഞങ്ങൾ ഒരു ഫ്രണ്ട് ഓഫീസ് തുറക്കേണ്ടി വരുന്നിരിക്കുക. രാവിലെ എന്റെ വീട്ടില് 2-3 പേര് വരും. എന്റെ വീട്ടിൽ കറണ്ടില്ല, ഞങ്ങൾക്ക് അസുഖമാണ്, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുക. വേനലാകുമ്പോഴാണ് ജലത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഉള്ളപ്പോൾ ധാരാളം, ഇല്ലാത്തപ്പോൾ പട്ടിണി എന്നതാണ് കേരളത്തിലെ ഇപ്പോൾ വെള്ളത്തിന്റെ അവസ്ഥ. എന്നാൽ ഉള്ളപ്പോൾ ഈ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാലോ ഇല്ലാത്തപ്പോഴുള്ള പട്ടിണി നമുക്ക് മാറ്റാൻ കഴിയും. സ്വന്തം അനുഭവത്തിലൂടെ ഇത് പ്രാവർത്തികമാക്കുകയാണ് മലപ്പുറം വാളക്കുളം AHM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ.
ഞങ്ങളുടെ സ്കൂൾ വളപ്പ് കണ്ടോ? ചെടികളും മരങ്ങളുമായി എവിടെയും പച്ചപ്പിന്റെ ചന്തമായി. എന്നാൽ വരെ ഇങ്ങനെയായിരുന്നില്ല സ്ഥിതി. പാറപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു മൊട്ടക്കുണ്ടായിരുന്നു ഇവിടം. പാറപ്പുറത്തെ പച്ചപ്പുറമാക്കിയതിന് പിന്നിൽ ഞങ്ങളുടെ പരിശ്രമമുണ്ട്. വെള്ളത്തിന്റെ ഉപയോഗവും സംഭരണവും കാര്യക്ഷമമായി നടത്താനുള്ള പരിശ്രമം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ നിറവെള്ള ശേഖരണ പദ്ധതി. സ്കൂൾ കെട്ടിടത്തിലെ ഓടുകളിൽ വീഴുന്ന വെള്ളം ഒഴുകി ഈ സംഭരണിയിൽ എത്തുന്നു. 1,00,000 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ശുദ്ധീകരിച്ച ജലം കിണറ്റിലെത്തും. ഇത് 60 ഓടുകളിലെ വെള്ളം മണല്, കല്ല്, 2 റിങ്ങുകൾ ശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കിണറിൽ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുമൂലം ഭൂഗർഭജലത്തിനാണ് വർദ്ധിക്കുന്നുണ്ടാകുന്നത്. ഈ സംഭരണി ഉണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. കാശ് കൊടുത്ത് വെള്ളം വാങ്ങിയ കാലത്തെ ഈ സംഭരണി പഴങ്കഥയാക്കി മാറ്റി. ഉള്ളിന് മാത്രമല്ല, ചുറ്റുവട്ടത്തെ 8,000 വീടുകളിലെ കിണറുകളിലും ഈ സംഭരണി ജലനിരപ്പ് ഉയർത്തി. വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം. ഇവിടെ പൈപ്പിൽ വെള്ളം പിന്നെ ഓരോ വീട്ടുകാരും 5,000, 2,000, 3,000 ഡൈലി വാങ്ങിച്ചാൽ അത് വളരെ കുറവ്. വളരെ കുറവ് വളരെ കുറവ്. 2 വർഷം വാങ്ങാത്ത വീട്ടുകാർ വരികയാണ്. അതുകൊണ്ട് മെച്ചം വെച്ചാൽ നമ്മൾ സ്കൂൾ വളപ്പിലെ മഴവെള്ള സംഭരണിയിലാണിത്. 10,000 ലിറ്റർ സംഭരണശേഷിയുണ്ട്. മഴവെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിന്റെ ഗുണം വേനൽക്കാലത്ത് മനസ്സിലാവും. സ്കൂളിലെ ചെടികളുടെ ദാഹം തീർക്കുന്നത് ഇതിലെ വെള്ളമാണ്. ഇത് പുതുതായി തീർത്ത 2 മഴക്കുഴികൾ. മഴയത്ത് ഒലിച്ചു പോകുന്ന വെള്ളത്തെ മണ്ണിൽ താഴ്ത്തി ജലനിരപ്പ് ഉയർത്തുന്നതിന് ഇവ സഹായിക്കുന്നു. ശരിക്കും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല സമീപനം പ്രതികരണം ഞങ്ങൾ നടപ്പിലാക്കുന്ന ഏതൊരു പരിപാടി അവർ ഏറ്റെടുക്കുകയാണ്. ഈ പ്രദേശത്ത് പലപ്പോഴും ഈ ജലക്ഷാമം വളരെ രൂക്ഷമായ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവിടെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സ്കൂളിൽ വരികയും ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഇത് വീടുകളിൽ പോയി നടപ്പിലാക്കുന്ന വീട്ടുകാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ തണ്ണീർത്തണ്ട്. ഇതിലെ വെള്ളത്തിൽ ഔഷധ മൂല്യമുണ്ട്. കാരണം സ്കൂളിൽ തന്നെ നട്ടുവളർത്തുന്ന